ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് OnePlus Nord 5ൻ്റെ അൺബോക്സിംഗ് ആണ്. സോ ഇത് നമ്മുടെ കയ്യിൽ ബ്രാൻഡ് ന്യൂ OnePlus Nord 5ൻ്റെ ബോക്സ് പീസ് വന്നിട്ടുണ്ട്. സോ നമ്മളിന്നത് അൺബോക്സ് ചെയ്ത് ഈ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണോ ഉള്ളതെന്നാണ് നോക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് അൺബോക്സ് ഓൾറെഡി ചെയ്തൊരു ഡിവൈസാണ്. ഒന്നുകൂടി ഡിവൈസിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ അൺബോക്സിംഗ് ആക്കി. സോ ഫസ്റ്റ് നമുക്ക് OnePlusൻ്റെ ഒരു ബ്ലാക്ക് കളർ ബോക്സ് കിട്ടുന്നുണ്ട്. ഒരു സിലിക്കൺ കവറാണ് ഫോണിൻ്റെ. സെറ്റ് ഓക്കെ. ആൻഡ് പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സ്, ഫോണിനെ കുറിച്ച് ഉള്ളതാണ്. ഞാൻ ഇതുവരെ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും വായിച്ചു കൊടുത്തിട്ടില്ല. സോ ദിസ് ഈസ് ഓക്കെ. ഇതാണ് നമ്മുടെ OnePlus Nord 5. ബ്ലൂ കളറാണ്. അവർ ഇതിനെ വേറെന്തോ ബ്ലൂ എന്നൊക്കെയാണ് വിളിക്കുന്നത്. സോ ഫോൺ വളരെ പ്രീമിയം ലുക്കാണ്. ഇതിൻ്റെ ബെസൽസൊക്കെ പ്ലാസ്റ്റിക്കാണ്, പക്ഷേ നമുക്ക് കയ്യിൽ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഫോൺ തരുന്നുണ്ട്. ഓക്കെ, ഞാനത് ഓൾറെഡി ഫോണിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നല്ല ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ഉണ്ടോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബ്ലാസ്റ്ററിൻ്റെ ഇതൊക്കെ ഇതാണ്. ഓക്കെ, സോ ഇതാണ് OnePlusൻ്റെ Nord 5 ബ്ലൂ കളർ 8GB 256GB വേരിയൻ്റാണ് എൻ്റെ കയ്യിലുള്ളത്. സോ അതുകൂടാതെ ഫോൺ കൂടാതെ എന്തൊക്കെയാണുള്ളത്? ഓഫ് കോഴ്സ് OnePlusൻ്റെ ഒരു 80 വാട്ട്സ് സൂപ്പർ ചാർജറാണ് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇത് ടൈപ്പ് A ടു ടൈപ്പ് C ടൈപ്പ് ചാർജിങ് ആണ്. OnePlusൻ്റെ ലെജൻഡറി റെഡ് കളർ കേബിൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, റെഡ് കളർ കേബിൾ. സോ ഇത്രയാണ് ഔട്ട് ഓഫ് പിന്നെ ഒരു സിം ഇജക്റ്റിംഗ് ടൂളും വരുന്നുണ്ട്. ഇത്രയാണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാനിപ്പോൾ ഒരു 2 days ആയിട്ടുള്ളൂ ഈ ഡിവൈസ് എടുത്തിട്ട്. അപ്പോൾ ഒരു 1 week കഴിയുമ്പോൾ ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ just follow and like.